ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പ്രധാന കൃഷിയായ കാപ്പിയുടെ വിളവെടുപ്പാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. മറ്റു കൃഷികളെല്ലാം ചെയ്യുന്നതിന് മുൻപേ തന്നെ പണ്ട് മുതലേ ഞങ്ങൾ ചെയ്യുന്ന കൃഷിയാണ് കാപ്പി കൃഷി. ഞങ്ങൾ പ്രധാന വരുമാന മാർഗവും കാപ്പി കൃഷി തന്നെയാണ്. റോബസ്റ്റ ഇനത്തിൽപ്പെട്ട കാപ്പി കൃഷിയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഏകദേശം 50 വർഷത്തോളം പ്രായമുണ്ട് ഈ കാപ്പിച്ചെടികൾക്ക്. നല്ല പഴുത്ത് തുടങ്ങിയാൽ മാത്രമേ കാപ്പികൾ പറിച്ചെടുക്കാറുള്ളൂ. ഏകദേശം 1.5 ഏക്കർ സ്ഥലത്താണ് കാപ്പി കൃഷി ഞങ്ങൾ കൂടുതലായി ചെയ്യുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് കാപ്പിയുടെ വിളവെടുപ്പ് സമയം. ഈ 3 മാസം കൊണ്ട് തന്നെ വയനാട്ടിലെ ഏകദേശം കാപ്പിയുടെ വിളവെടുപ്പെല്ലാം അവസാനിക്കും. കാപ്പി പറി തുടങ്ങുന്നതിന് മുന്നേ തന്നെ മഴ മാറുന്നതോടുകൂടി കാപ്പിത്തോട്ടങ്ങൾ ഇതുപോലെ ചെത്തി വൃത്തിയാക്കും. ഇങ്ങനെ വൃത്തിയാക്കുന്നത് പൊഴിഞ്ഞുപോയ കാപ്പികൾ പെറുക്കിയെടുക്കുന്നതിനും കാപ്പി പറിക്കാൻ എളുപ്പമാവുന്നതിനുമാണ്. 2 ആഴ്ചത്തോളമായി ഞങ്ങളുടെ ഫാമിൽ പഴുത്ത കാപ്പികൾ മാത്രമാണ് പറിച്ചെടുക്കുന്നത്. ഇതുപോലെയുള്ള പച്ച കാപ്പികൾ പഴുത്തു തുടങ്ങിയാൽ അടുത്ത ആഴ്ച മുതൽ ഏകദേശം അടക്കി പറിക്കുകയാണ് ചെയ്യുന്നത്. ഒരാഴ്ച മുന്നേ മഴ ലഭിച്ചതിലാണ് കാപ്പികൾ ഇങ്ങനെ പൂത്തിയിട്ടുള്ളത്. ഇതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഒന്ന്, കാപ്പി പറിച്ചെടുക്കുന്നത് നിർത്തേണ്ടി വരുന്നത്. മറ്റൊന്ന്, ഒരു ചെടിയിൽ തന്നെ 2 രീതിയിൽ കാപ്പി പഴുക്കും. ഒരു ഘട്ടത്തിൽ പഴുത്തതും കിട്ടും, ഒരു ഭാഗത്ത് പച്ചയായിട്ടും കിട്ടും. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത് കാപ്പി കൃഷിയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേതിലും ഈ വർഷം അല്പം കാപ്പി കുറവാണ്. ഇതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, മഴ കൂടുതൽ കാരണം കാപ്പി ചീച്ചിൽ രോഗം വന്ന് കൊഴിഞ്ഞു പോയതും. രണ്ടാമത്, ഒന്നിടവിട്ട വർഷങ്ങളിലാണ് ഞങ്ങൾ കാപ്പിക്ക് പ്രൂൺ ചെയ്യുക, അതേപോലെ കവാത്തെടുക്കുന്നത്. ഈ വർഷം നല്ല രീതിയിൽ കവാത്തെടുത്തതിനാൽ അടുത്ത വർഷത്തേക്ക് നല്ല രീതിയിൽ റെക്ക വന്നിട്ടുണ്ട്. ഈ റെക്കകളിലെല്ലാം കാപ്പി പിടിച്ചാൽ അടുത്ത വർഷത്തേക്ക് നല്ല രീതിയിലുള്ള കാപ്പി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2 വർഷം മുന്നേ വരെ ഇതുപോലെ കൊട്ടകളിലായിരുന്നു കാപ്പി പറിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സമയം ലാഭമാക്കാനും പണി എളുപ്പമാക്കാനും ഇതുപോലെ ഷീറ്റിലോട്ടാണ് ഇപ്പോൾ കാപ്പി പറിച്ചെടുക്കുന്നത്. ഇതുപോലെ 2 ആൾ ചേർന്ന് കാപ്പിയുടെ അടിഭാഗത്ത് ഷീറ്റ് നന്നായി വിരിക്കുന്നു. വിരിച്ച ശേഷം ഷീറ്റിന്റെ 4 ഭാഗത്ത് ഇതുപോലെ കയറ് കെട്ടിയിട്ടുണ്ട്. പറിച്ചെടുക്കുന്ന കാപ്പി തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഭാഗം കാപ്പിച്ചെടിയിൽ തന്നെ കെട്ടിവെക്കുന്നു. ഇങ്ങനെയാണ് ഷീറ്റിലേക്ക് കാപ്പികൾ പറിച്ചിടുന്നത്. ഇങ്ങനെ പറിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാപ്പിയുടെ പറി തീർക്കാൻ സാധിക്കുന്നു. പണിക്ക് ആളുകളെ വെച്ചുകൊണ്ടാണ് ഫാമിലെ കാപ്പികൾ പറിച്ചെടുക്കുന്നത്. ഒരു ദിവസം പറിക്കുന്ന കാപ്പിക്ക് 1 കിലോയ്ക്ക് 6 രൂപ വെച്ചുകൊണ്ടാണ് അവർക്ക് കൂലിയായി നൽകുന്നത്. പറിച്ചിട്ട കാപ്പികളിലെ കമ്പുകളെല്ലാം ഇതുപോലെ നീക്കിയ ശേഷം ഇത് വാരിയെടുത്ത് ചാക്കിലേക്ക് ഇടുകയാണ്. കൊട്ട ഉപയോഗിച്ചാണ് ഇത് വാരിയെടുക്കുന്നത്. അതിനുവേണ്ടി കാപ്പികളെല്ലാം കൂട്ടി വെക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ വാരിയിടാനൊക്കെ ആയിട്ടാണ് കൊട്ട ഉപയോഗിക്കുന്നത്. ആദ്യകാലങ്ങളിൽ പറിക്കാൻ ഉപയോഗിച്ചിരുന്നു. പിടിച്ച ഇതിലിടാ കൊട്ട. ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ചാക്കിലാണ് കാപ്പി നിറയ്ക്കുന്നത്. വേഗം ഷെഡിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ട്രോളിയിൽ വെച്ച് നേരെ ഷെഡിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരാഴ്ചയിൽ പറിച്ച മുഴുവൻ കാപ്പികളും ഒരുമിച്ചാണ് കളത്തിലിടുന്നത്. അതുപോലെ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ചാക്കിലാണ് കാപ്പികൾ സൂക്ഷിച്ചു വെക്കുന്നത്. ഈ കാപ്പികൾ കളത്തിലിട്ട് ഉണക്കിയെടുക്കുന്ന രീതി മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്.